ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻവിസിബിൾ ഹാൻഡ്. ഒരുപക്ഷെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അദൃശ്യമായ കൈകൾ എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത് അല്ലേ, അദൃശ്യ കൈകൾ. നിങ്ങൾക്കറിയാം ഇത് ആര് കൊണ്ടുവന്നാണെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. വേറെ ആരുമില്ല, നമ്മുടെ ആഡം സ്മിത്ത്, ഫാദർ ഓഫ് എക്കണോമിക്സ് അറിയപ്പെടുന്ന ആഡം സ്മിത്ത് കൊണ്ടുവന്ന ഒരു ടേമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു അദ്ദേഹം ഒരു ഉപമയായിട്ട് പറഞ്ഞ കാര്യമാണ്. മെറ്റഫറിക് ടേം എന്ന് പറഞ്ഞാൽ ഒരു ഉപമ പോലെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യമാണ്. അതായത് ഇങ്ങനൊരു കൈ ഉണ്ട്, അഥവാ നമ്മുടെ എക്കോണമിയിൽ ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ എക്കോണമിയിലെല്ലാം എന്താണ് ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് ആവുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് ആയിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട. ഇനിയിപ്പം ആർക്കെങ്കിലും നഷ്ടം വരുന്നുണ്ടെങ്കിൽ ആ നഷ്ടം മാറിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട, നഷ്ടം മാറി വരും. ഇനി അതേപോലെ എല്ലാവരും പ്രോഫിറ്റിലേക്ക് എത്തും, എല്ലാവരും നന്നായിട്ട് ചെയ്യും. ഈ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആഡം സ്മിത്ത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് 1776 അദ്ദേഹം പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് നമുക്കറിയാം, വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്ത്. അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം ഇതാണ്, നമ്മുടെ സെൽഫ് റെഗുലേറ്റിംഗ് ബിഹേവിയർ ഓഫ് ദ എക്കോണമി. ഓക്കെ, നമ്മുടെ എക്കോണമിക്ക് ഒരു സ്വഭാവമുണ്ട്, സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. അതായത് സ്വയം കൺട്രോൾ ചെയ്തിട്ടാണ് എക്കോണമി പോകുന്നത്. അങ്ങനെയുള്ള എക്കോണമിയുടെ സ്വഭാവം കാണിക്കാനാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. നമ്മൾ ആരും എന്തെല്ലാം മനഃപൂർവ്വം ഉദ്ദേശിച്ചിട്ടല്ല ഈ പറയുന്ന രീതിയിലുള്ള കൺട്രോളിങ് കൊണ്ടുവന്നത്. അതുകൊണ്ട് സെൽഫായിട്ടുള്ളത് ഒരു കൺട്രോളിംഗ് ആണ് എക്കോണമിക്ക് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ദ ഇൻവിസിബിൾ ഹാൻഡ് ഓപ്പറേറ്റ് ഇൻ ദ മാർക്കറ്റ്. കണ്ടല്ലോ, മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞു വെച്ച കാര്യം, ഇറ്റ് വിൽ ബ്രിങ് എവറിത്തിങ് ഇൻ ഗുഡ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ പറയുക, എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതിന് കാരണമാകുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇനി അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്തൊരു കാര്യമുണ്ട്, മാർക്കറ്റ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞു, മാർക്കറ്റ്സ് ആർ സെൽഫ് റെഗുലേറ്റഡ്, സ്വയം കൺട്രോൾ ചെയ്യുന്നതാണ്. ആൻഡ് ദ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വിൽ ഡിസ്റ്റർബ് ദ നാച്ചുറൽ ഓർഡർ ഓഫ് ദി മാർക്കറ്റ് പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി നോർമലായിട്ട് പോകുന്ന സംഭവമാണ്, സെൽഫ് റെഗുലേറ്റഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടേക്ക് ഗവൺമെൻറ് വന്നിട്ട് ഈ പറയുന്ന എക്കണോമിക്സിൻ്റെ മാറ്ററിൽ അഥവാ എക്കോണമിയുടെ മാറ്ററിൽ എന്തെങ്കിലും കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മുടെ കംപ്ലീറ്റ് എക്കോണമിയെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഡിസ്റ്റർബ് ചെയ്യുന്ന പറഞ്ഞത്. ആ ടൈം ഒന്ന് ശ്രദ്ധിക്കണം, എക്കോണമിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന പറഞ്ഞത്. കാരണം ഗവൺമെൻറ് അവിടെ വന്നിട്ട് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ എക്കോണമി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട എക്കോണമി അതിൽ ഡിസ്റ്റർബായി മാറും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടി ഉണ്ട്, ഓൺലി ലീസ്റ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദി ഗവൺമെൻറ് ഈസ് നീഡഡ് ഇൻ ദ എക്കോണമി. നമ്മളതിന് പഠിച്ചിട്ടുണ്ട് ആ പേര് ലെയ്സസ് ഫെയർ അല്ലേ. ലെയ്സസ് ഫെയർ എന്ന് പറയുന്ന തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സംഗതി, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വളരെ മിനിമം ആയിരിക്കണം എന്നാണ് ആ തിയറിയിൽ പറഞ്ഞത്. അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ വായിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ലെയ്സസ് ഫെയർ സിദ്ധാന്തമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു വെക്കാനുള്ള ഇൻവിസിബിൾ ഹാൻഡിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കൊള്ളൂ. ഈ ഇൻവിസിബിൾ ഹാൻഡ് ഫംഗ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇപ്പോൾ ഒരു ബേക്കറിക്കാരൻ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കട്ടോ. ഇപ്പോൾ ഒരാൾ ബേക്കറി നടത്തുന്ന ഒരാൾ, ഓക്കെ, അയാൾക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ബേക്കറി നടത്തുന്ന ഒരാൾ എന്താണ്, അയാൾ ഉറപ്പായിട്ട് ഒരു പ്രൈവറ്റ് വ്യക്തിയായിരിക്കും അല്ലേ, സ്വകാര്യമായിട്ടുള്ള വ്യക്തിയായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വലാണ് നമുക്ക് പറയാം. ഓക്കെ, പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്, അവരുടെ ഏറ്റവും വലിയ മോട്ടീവ് അല്ലെങ്കിൽ അവരുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, വേറെ ഒന്നുമല്ല, പ്രോഫിറ്റാണ് അല്ലേ, പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം. ഓക്കെ, പരമാവധി ലാഭം നേടണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബേക്കറിയിലുള്ള ആൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബേക്കറി പ്രൊഡക്ഷൻ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഇപ്പോൾ ബ്രെഡ്, ഓക്കെ, ബ്രെഡ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ബ്രെഡിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, അയാൾ കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ബ്രെഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോർമലി അയാളുടെ ബ്രെഡിന് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്ലൈ എന്ത് ചെയ്യും, എക്കോണമിയിലെ സപ്ലൈ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൂടും. സപ്ലൈ കൂടുമ്പോൾ എന്ത് ചെയ്യും, അതുവഴി ഒരുപാട് പേർക്ക് ഈ സാധനം കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡിമാൻഡും കൂടുന്നുണ്ട്. അപ്പോൾ നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സപ്ലൈ കൂടിയതുകൊണ്ട് ഡിമാൻഡ് കൂടും. അപ്പോൾ എക്കോണമിയുടെ ആവശ്യം എന്ത് ചെയ്യാൻ പറ്റി, നിറവേറ്റാൻ പറ്റി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഓൾസോ ഫുൾഫിൽ ദി നീഡ്സ് ഓഫ് എന്ന് പറയല്ലേ, നമുക്ക് എന്ത് പറയാം, ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദി എക്കോണമി. ഓക്കെ, നീഡ്സ് ഓഫ് ദി എക്കോണമി. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ആരും നമ്മുടെ എക്കോണമിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നില്ല. പക്ഷേ ഇവിടെ ഒരു വ്യക്തി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ലാഭം മാക്സിമം ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ലാഭം മാക്സിമം ആക്കാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ബ്രെഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി. ബ്രെഡ് പ്രൊഡക്ഷൻ കൂട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം ഉറപ്പായിട്ട് കൂടുതൽ ബ്രെഡ് ഉണ്ടാക്കില്ലേ. അപ്പോൾ അങ്ങനെ ബ്രെഡ് കൂടുതലുണ്ടായി കഴിഞ്ഞപ്പോൾ സപ്ലൈ കൂടുതലായി കഴിഞ്ഞു. സപ്ലൈ കൂടുതലായപ്പോൾ എന്ത് ചെയ്തു, അതിങ്ങനെ വിൽക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ ഡിമാൻഡും ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് സപ്ലൈ ഒക്കെ കൂടിയപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ എക്കോണമിയിൽ അതിൻ്റെ ആബ്സല്യൂട്ട് ഒരു ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എക്കോണമി അതിൻ്റെ ആവശ്യം നിറവേറ്റുന്ന രീതിയിലേക്ക് എത്തി. ഇവിടെ എന്താ സംഭവിച്ചത്, ഓരോ വ്യക്തിയും അവരുടെ സ്വന്തം താല്പര്യം സെൽഫ് ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ എക്കോണമി അതിൻ്റെ ഏറ്റവും നല്ല ലെവലിൽ പോകുന്നുണ്ട്. അപ്പോൾ എക്കോണമി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ തിയറിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എക്കോണമിയിൽ എന്ത് ചെയ്യും, ഇൻകം ഇനീക്വാളിറ്റി ഉണ്ടാക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ
കൂടുതൽ റിച്ച് ആവും, പൂറായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ പൂറാവും. ഓക്കെ, ദരിദ്രർ എന്നും ദരിദ്രമായിട്ട് നിൽക്കും, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്നും റിച്ച് ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഇക്കണോമിക് ഇൻകം ഇനീക്വാളിറ്റി അവിടെ ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, ഓൺലി ആപ്ലിക്കബിൾ ഇഫ് ദ മാർക്കറ്റ് ഈസ് ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. നോക്കിയേ, നമ്മുടെ മാർക്കറ്റ് എന്താണ്, പെർഫെക്റ്റ് കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ പറയുന്ന മാർക്കറ്റിൽ ഒരു പ്രശ്നമല്ലാതെ എല്ലാം പോസിബിളായിട്ട് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞ്. പക്ഷെ അങ്ങനെ ഒരു എക്കോണമി ഇല്ല ആക്ച്വലി, അതാണ് അതിൻ്റെ ഫാക്ട് എന്ന് പറഞ്ഞത്. ആൻഡ് തേർഡ് വൺ, മോർ ഫോക്കസ് ടു ദ എക്കണോമിക് ബെനിഫിറ്റ്. കണ്ടല്ലോ, നമ്മുടെ സാമ്പത്തിക ലാഭത്തിനാണ് ഈ പറഞ്ഞവരൊക്കെ എന്ത് ചെയ്തത്, ഫോക്കസ് കൊടുത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ സോഷ്യൽ വെൽഫെയർ കൂടി അവിടെ പരിഗണിക്കുക അല്ലേ. അപ്പോൾ സോഷ്യൽ വെൽഫെയർ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തത് ഇതിനാണ്, എക്കണോമിക് ബെനിഫിറ്റിനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻവിസിബിൾ ഹാൻഡിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇൻവിസിബിൾ ഹാൻഡ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വൃത്തിയായിട്ട് പഠിക്കുക, നല്ലൊരു മാർക്ക് നാളെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.